നിക്ക് മക്കളെ പറയട്ടെ. അപ്പൊ ഇന്ന് നമ്മള് വന്നതെന്ന് വെച്ചാല് നമ്മള് മുളക് പറിക്കട്ടെ വെച്ച് വന്ന്. പിന്നെ നമ്മള് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളെങ്ങനെയാണ് മുളക് ഈ വിത്ത് നല്ലാണ്ട് നമ്മൾ തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് പാറ്റ, വെള്ളീച്ച, പിന്നെ ഒരു അതെന്നാണോ പാറ്റ എന്ന് പറയുന്നത് പത്തോ, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. എന്നിട്ട് എന്താ പറയുക, ഇതിനും ചെറുങ്ങനെ വരുന്നുണ്ട്. പാറ്റല്ല, ഇതിന് ഇലക്കൊരു കുറുണിപ്പാണ്, ഒരു മഞ്ഞളിപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിന് നമ്മൾ ചെയ്തിട്ടില്ല. കായ കാണിച്ചു കൊടുത്തു ബാത്തു. നന്നായിട്ട് മുളകിലൊക്കെ കായ ഉണ്ടാകാൻ ഇവിടെ നിന്ന് ഇടും, നല്ല കായ കാണും. ഇവിടുന്ന് അങ്ങോട്ട് ഇടുന്ന ചീരമുളകിന്റെ അതിലുണ്ട്. ഇവിടെ നിന്നിട്ട് ഇട് പാത്തുമ്മ, ഫാത്തിമ. മുളക് ഇലയല്ലോ ഒരേ കളറാലേ, അതുകൊണ്ട് വേഗം ഐഡന്റിഫൈ ചെയ്യാനാവൂല. കണ്ടില്ലേ, ഇതൊക്കെ മുളക്. അപ്പൊ എങ്ങനെയാണ് ഇതില് നിറയെ കായ ഉണ്ടാവുന്നത് എന്നൊക്കെയാണ്. ഇത് നമ്മൾ നിലത്താണ് കേട്ടോ വെച്ചത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് നഷ്ടപ്പെടും. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഇതേ സ്വഭാവത്തിലുള്ള മുളക് ഉണ്ടാക്കിയെടുക്കണം. ഇതേ ടേസ്റ്റിലുള്ള മുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതേ മുളക് പഴുക്കാൻ വെച്ച് പഴുത്തെടുത്ത് നടുക. അതല്ല, ഇങ്ങനത്തെ മുളകുകൾ നമ്മൾ ഉണക്കി വെച്ച് നമുക്ക് വറവിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ നാടൻ മുളക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പാത്ത് ഇവിടെ കൊതുകടി കൊണ്ട് അതാപിൻ രാവിലും കഞ്ഞിയാവുന്നുണ്ട്. ഉള്ള പച്ചപ്പും കാടുകയാണല്ലോ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകുമല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ മാത്രല്ല, ദുനിയാവ് മൊത്തം ഫുള്ള് പച്ചപ്പായിപ്പോ. ഈ വർഷത്തെ മഴ കഴിയേ ഈ പോരങ്ങനെ അപ്പം നന്നാക്കി എടുക്കാന്ന്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഒരു നമ്മൾ ശരിക്കും ഒരു ഉള്ളിലാ, എല്ലാരും വിചാരം ഇവിടെ അടിപൊളിയാന്നാണ്. നമ്മക്കെല്ലാരും നമ്മളൊരു കാട്ടിന്റെ ഉള്ളിലാ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നമ്മളിവിടെ മതില് ചുറ്റിലുള്ളതും കൊണ്ട് കാണൂല. ഒറ്റ മിനിറ്റമ്മ മാമി വിളിക്കുന്നു. ഒന്ന് രണ്ട് എന്താ പറയാ, ഒരു കോള് വന്ന്, പിന്നെ ഒരു പോസ്റ്റ്മാൻ വന്ന്. എന്താ പോസ്റ്റ്? ഇതൊരു ചെടിന്റെ വിത്ത് വാങ്ങിയതാ. ഇതൊരു ഇത് 10-50 ഉറുപ്പിയുള്ളൂ ഒരു വിത്താ. പക്ഷെ ഇത് ഉണ്ടായി കിട്ടിയാല് ഇതേതാന്ന് അറിയാം എനിക്ക്. നമുക്ക് എന്റെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർ ഒന്നുമല്ല, അത് ആദ്യം 1K അടിച്ച വീഡിയോ. ആ ഒരു ചെടിന്റെ വിത്താട്ടോ. നമ്മളെ പെറ്റൂണിയ പോലെ തന്നെ, പക്ഷെ പെറ്റൂണിയന്റെ അത്ര കെയർ. സ്റ്റാറാണ്, ഫ്ലോക്സ് നട്ടാൻ അതിന്റെ പേര്. സ്റ്റാർ ഫ്ലോക്സോ ഫ്ലോക്സ് സ്റ്റാറോ അങ്ങനെ എന്തോന്നാ. അങ്ങനെ ഫസ്റ്റ് വീഡിയോ അതാട്ടോ ഞങ്ങൾ ഇട്ട്. അതിന്റെ മുന്നേ ചെടികൾ ഉണ്ടാക്കിയെങ്കിലും ആ പാലൊക്കെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട്. വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നതിനാ. എന്നിട്ട് പറയൂ ഒന്നിനും സഹായിക്കുക. കൊല്ലത്തിൽ ഒരു ദിവസം ഒരു വീഡിയോ എടുത്തു തരും, അല്ല 2-3 നമ്മൾ എണ്ണി നോക്കുക എത്ര വീഡിയോ എത്ര വീഡിയോ ഞാൻ എടുത്തത്. 3 എണ്ണം അല്ല, 3 എണ്ണമൊന്നല്ല. ഇതിന് ഇത്രയും കാലമായിട്ട് ഞാൻ അതിന്റെ പ്രതിഫലം ചോദിച്ചിട്ടൊന്നുമില്ല. പ്രതിഫലം ഞാനെന്തോ ഇവിടെ എടുത്തുവെച്ചോ ഇല്ല. അപ്പൊ എല്ലാരും സമന്മാര്. അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ എന്ത് പറയണോ, എന്ത് പറയരുത്. അതല്ല, ഒരു സപ്പോർട്ട് എന്ന് വെച്ചാ അത് മാത്രല്ല. ഒരു സപ്പോർട്ട് എന്ന് വെച്ചാ, ഫാമിലി സപ്പോർട്ട് എന്ന് വെച്ചാല് അത് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, മക്കളെ ഭാഗത്തുനിന്നുണ്ടാവും. എല്ലാരും ഒരുമിച്ച് ഒരു കൂട്ടിപ്പിടിച്ചു പോയാല് ഒരു കുടുംബത്തില് എന്തെങ്കിലും ഒന്ന് വിജയം ഉണ്ടാവും. ഇതൊക്കെ എന്താ കറുപ്പ് പ്രാണി കൈ കേട്ടാ തോന്നല്ലേ. കിണർ വെള്ളം വേണ്ട, 10 മിനിറ്റ് ആക്കണ്ടേ. ഇപ്പം പോകാനും 10 മിനിറ്റിന്റെ വീഡിയോ ആണെന്ന് തന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ ചെയ്ത. ഫസ്റ്റ് നമ്മള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മക്കിപ്പോ
തയ്യാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വിത്തുകള് അല്ലാതെ നമ്മൾ ചെടി എങ്ങനെ തയ്യാക്കാന്നാട്ടോ കാണിക്കുന്ന. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്റെ ഫോൺ എടുത്തുകൂടെ, എനിക്കൊരു ഷോട്ടും കിട്ടൂല എന്റെ ഫോൺ എടുത്തിട്ട് വാ. അപ്പൊ നമ്മള് ഇവിടെ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ചെറിയ എന്താക്കണം, നുറുക്കും തൊള്ളയിലിട്ട് വന്നത്. അപ്പൊ എല്ലാം ഇറക്കിലെത്തിയാന് കണ്ടില്ലേ. ഇത് തിന്നേരോ, ഞാനിപ്പോ ഇതിങ്ങനെ പിടിച്ചു തരണം. ഇതോ കാണ്. അപ്പൊ നമ്മള് എങ്ങനെയാണ് വിത്ത് നല്ലാണ്ട് മുളക് തയ്യാക്കാന്ന്. പണ്ടത്തെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് നമ്മള് വിത്തുന്നാക്കിയാലേ തയ്യാവൂ എന്നൊക്കെ അതിനും ധാരണ. പക്ഷെ എന്നാ അതല്ല, പല ചെടികളും കമ്പുകളും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ലെയറിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, ഈ മുളകൊക്കെ നമുക്ക് ചെറിയൊരു കമ്പിന്ന് നമുക്ക് തയ്യാക്കി എടുക്കാൻ പറ്റും. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുളകില്ലാത്ത കമ്പ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. മുളകുള്ള കമ്പാകുമ്പോൾ നമുക്ക് സങ്കടാവും. അപ്പം അന്ന് ഇനി ചിരിക്കൂ, കണക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കത്രിക വേണം കേട്ടോ. അതാ ഏറ്റവും സങ്കടം. അതിനെ വെട്ടുമ്പോ ഇങ്ങനെ റെഡി ആവില്ല. മുറിക്കുമ്പോ അത്ര വേദന ഉണ്ടാവില്ല, വെട്ടാൻ വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഇതുപോലെ ഇലകള് നുള്ളി കൊടുക്കുക. അപ്പൊ വേദന ഒന്നുകൂടി കൂടും. ഞാനിവിടെ എടുത്തപ്പോ ഇവിടെ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ, കത്തിയോ കത്രിയോ എടുത്തിട്ട് കട്ട് ചെയ്യാ. ഇഞ്ഞപ്പോ ലൈറ്റ് വായം കൊണ്ട് കഷായം വെക്കാനല്ലേ പണി എടുക്കാണ്ടിരിക്കാം. ഇത് കൂവയാണോ? കൂവ അല്ല, ആ കൂവല്ല. അപ്പൊ എന്ത് ചെയ്യാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. ഇത് വേര് പിടിച്ചു വരും ഒരു 15 ദിവസം കൊണ്ട്. അങ്ങനെയാണ് കമ്പുകൾ നമ്മൾ തയ്യാക്കി എടുക്കുന്നത്. അപ്പൊ ഒരു മുളക് ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിക്കെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിന്റെ കമ്പുകൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുക. അപ്പൊ പുതിയൊരു തൈ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുക കേട്ടോ. വിത്തുകൾ കിട്ടിയിട്ടില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ കാണും, ഇങ്ങനത്തെ മുളകിൻ്റെതൊക്കെ. അപ്പൊ അത് വിത്തൊട്ടായിട്ടും ഉണ്ടാവൂല, ചിലര് വിത്ത് തരുകയും ഉണ്ടാവില്ല. അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് ഇങ്ങനത്തെ കമ്പുകൾ ചോദിച്ചു വാങ്ങുക. എന്നിട്ട് ഇതുപോലെ നട്ട് പിടിപ്പിച്ച് വേരാക്കിയെടുത്ത് ഇത് ഇതുപോലെ തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. വളങ്ങളൊക്കെ ചെയ്ത് പുതിയൊരു തൈ നമുക്കാക്കി എടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വെള്ളീച്ച പിന്നെ അതുപോലത്തെ ഫംഗസ് രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ പണിയെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് കുറച്ച് സാബൂൻ ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിലെ സാബൂന് കട്ട് ചെയ്തിടുക കേട്ടോ. എന്നിട്ട് അതെന്ത് ചെയ്യുക, നല്ലോണം ആ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ചുകൂടി തോന വെള്ളം കൂട്ടിയിട്ട് തിന്നാനായോ വെള്ളമുണ്ട്, വിനെഗറും ഉണ്ട്, സാബൂനരിയും ഉണ്ട്. 2 ഇരട്ടി വെള്ളം ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ ഈ വെള്ളീച്ചൊക്കെ നമുക്ക് പോയി കിട്ടും. പിന്നെ വേറൊരു വഴിയുണ്ട്, നമ്മളെ കായല്ലേ, കായം, സാമ്പാർ കായല്ല, സാമ്പാറിലിടുന്നത്. ആ കായം ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലൊരു പരിഹാര മാർഗമാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അതൊക്കെയാണ്. പിന്നെ നല്ലോണം കായ ഉണ്ടാകാനൊക്കെ എന്ന് വെച്ചാല് കാടിൽ കുടുങ്ങി കിടക്കുക. മുളക് നല്ലോണം അങ്ങനെ കായ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് വെച്ചാല് നമ്മള് ഈ ആട്ടും കാഷ്ടല്ലേ, ആട്ടും കാഷ്ടം മെരട്ടല്ല, കുറച്ച് വിട്ടിട്ട് മണ്ണിളക്കി കൊടുത്ത് അവിടെ ആട്ടും കാഷ്ടം കുറച്ച് ഇട്ട് ആ മണ്ണ് മൂടി കൊടുക്കട്ടെ. അപ്പൊ അവര് അതങ്ങ് വലിച്ചെടുക്കും. അപ്പൊ ഒന്ന് കായ ഇടിക്കാം. കൊറേ നേരം ഈ പ്രോസസ് പറയുന്നത്. കായല്ലേ, നോക്ക്, കാട്ടിലൊരു കായ പറഞ്ഞോണായിപ്പോ. എന്നാ വേഗം കായ ഉണ്ടാക്കിയോട്. അങ്ങനെയാണ് കായ കഥയില് കായ ഉണ്ടാക്കിയോട്. മനസ്സിലായില്ല. പറയണി. അങ്ങനെയാണ് ഈ നിറയെ കായ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം.
പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റും. ചട്ടിയിൽ മുളക് നടുന്നതിലും നല്ലത് നിലത്ത് നടുന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ ചട്ടിയിൽ നമ്മളിപ്പോൾ ഒരു 4 ദിവസം വീട്ടിലില്ലെങ്കിലും അതിന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അത് തൈ വാടി ഒരു പരിധി കവിഞ്ഞ് വാട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടി ഉണങ്ങി പോവുകയാണ് ചെയ്യുക. നമ്മൾ മണ്ണിൽ വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു മഴ കിട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മണ്ണിന്ന് കുറച്ച് വെള്ളം വലിച്ചെടുത്ത് നമ്മളൊരു 4-5 ദിവസം വീട്ടിലില്ലെങ്കിലും ജീവിക്കാനുള്ള ജലാംശം ഇവർക്ക് കിട്ടും. അപ്പം അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ. അസ്സലാമു അലൈക്കും.